ഗുരുവായൂർ മേൽശാന്തിയായി തെരഞ്ഞെടുക്കപ്പെട്ടതിനു ശേഷം തോന്നല്ലൂരിലെ വീട്ടിലെത്തിയ ശ്രീജിത്ത് നമ്പൂതിരിയെ കുടുംബാംഗങ്ങളും നാട്ടുകാരും ചേർന്ന് സ്വീകരിച്ചു. വല്യച്ഛൻ പുതുമന കിരാതമൂർത്തി പൊന്നാടണിയിച്ച് അനുഗ്രഹിച്ചു. തുടർന്ന് ശ്രീജിത്ത് നമ്പൂതിരി മാതാപിതാക്കളുടെയും തറവാട്ടിലെ മുതിർന്നവരുടെയും അനുഗ്രഹം വാങ്ങി. വാക്കുകൾക്കപ്പുറമുള്ള ആനന്ദത്തിലാണ് താനെന്ന് ശ്രീജിത്ത് നമ്പൂതിരി പറഞ്ഞു. ഒരുപാട് കാലമായിട്ട് എല്ലാവർക്കും ആഗ്രഹം ഉണ്ടാവും. എനിക്കും ആഗ്രഹം ഉണ്ടായിരുന്നു. 8ാമത്തെ തവണയാണ് ഞാൻ ഇപ്പൊ ഗുരുവായൂർ കൊടുക്കുന്നത്. അത് കിട്ടിയതിൽ അതിയായ സന്തോഷം എന്ന് പറഞ്ഞാൽ അതിന് വാക്കുകൾ പറയാനില്ല. അത്രയും സന്തോഷത്തിലാണ് ഞാൻ നിൽക്കുന്നത്. സന്തോഷത്തിന്റെ ഒരു ആനന്ദ കണ്ണീരും ഒക്കെ ആയിട്ട് സന്തോഷമായിട്ട് നിൽക്കുന്നു. പുതുമന പരമേശ്വരൻ നമ്പൂതിരിയുടെയും ആലമ്പള്ളി സാവിത്രി അന്തർജനത്തിന്റെയും 2 മക്കളിൽ മൂത്ത മകനാണ് 36-കാരനായ ശ്രീജിത്ത് നമ്പൂതിരി. ബികോം ബിരുദധാരിയായ ശ്രീജിത്ത് നമ്പൂതിരി വേലൂർ കുറൂരമ്മ ശ്രീകൃഷ്ണ ക്ഷേത്രത്തിലെ മേൽശാന്തിയാണ്. 20 വയസ്സുള്ളപ്പോഴാണ് മേൽശാന്തിയായി വേലൂർ കുറൂരമ്മ ശ്രീകൃഷ്ണ ക്ഷേത്രത്തിൽ സേവനം ആരംഭിച്ചത്. 8 വർഷം തുടർച്ചയായി ഗുരുവായൂർ ക്ഷേത്രത്തിലെ മേൽശാന്തി നിയമനത്തിനായി അപേക്ഷ സമർപ്പിച്ചിരുന്നു. 8ാം തവണയാണ് കണ്ണനെ പരിചരിക്കാനുള്ള നിയോഗത്തിന് അവസരം ലഭിച്ചത്. മുത്തച്ഛൻ ശിവദാസൻ നമ്പൂതിരിയിൽ നിന്നാണ് പൂജാകർമ്മങ്ങളിലെ ബാലപാഠങ്ങൾ അഭ്യസിച്ചത്. തുടർന്ന് ഗുരുവായൂർ പൊട്ടക്കുഴി നാരായണൻ നമ്പൂതിരി, പഴയങ്ങാട്ട് സുമേഷ് നമ്പൂതിരി എന്നിവർക്ക് കീഴിലും പൂജകൾ പഠിച്ചെടുത്തു. പുതുരുത്തി കിണറ്റാമിറ്റം മന കൃഷ്ണശ്രീയാണ് ഭാര്യ. എരുമപ്പെട്ടി ഗവൺമെന്റ് LP സ്കൂളിലെ 2ാം ക്ലാസ് വിദ്യാർത്ഥിനി ആരാധ്യ, 2 വയസ്സുകാരൻ ഋഗ്വേദ് എന്നിവർ മക്കളാണ്. മേൽശാന്തിയായി ചുമതലയേറ്റ് ഗുരുവായൂർ ക്ഷേത്രത്തിൽ 12 ദിവസം ഭജനയിരിക്കുന്നതിനായി ശ്രീജിത്ത് നമ്പൂതിരി വീട്ടിൽ നിന്ന് പുറപ്പെട്ടു. TCV ന്യൂസ്, എരുമപ്പെട്ടി.